SSLCക്ക് ഇനി വെറും 90 ദിവസം. കേട്ടുകണ് ഞങ്ങൾ ഇതൊരുപാട് കേട്ടിട്ടുണ്ട്. ശരിയായിരിക്കാം. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സും അല്ലെങ്കിൽ മറ്റുള്ള ട്യൂഷൻ സെൻ്ററുകളിൽ നിന്നും മറ്റുള്ള പല പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇനി 90 ദിവസം മാത്രമേ ഉള്ളൂ. മക്കളെ, അതിലൂടെ ഞാൻ ചെറിയൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കൂടി ഒന്ന് പറയട്ടെ. എന്താണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞാൽ, SSLCയിൽ മാറ്റമോ അല്ലെങ്കിൽ SSLC പരീക്ഷാ പേപ്പറിൽ മാറ്റമോ, ഈസി ആക്കലോ ടഫാക്കലോ, അതൊക്കെ പിന്നീടുള്ള കാര്യം. അത് നമുക്ക് പിന്നെ സംസാരിക്കാം. എന്താണ് ഈ വെളിപ്പെടുത്തലുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ വെറുതെ ഇങ്ങനെ, ഇപ്പോൾ എൻ്റെ സബ്ജക്റ്റ് സോഷ്യൽ സയൻസ് ആണ്, ടോട്ടൽ 21 ചാപ്റ്റർ. അതേപോലെ തന്നെ എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല, എന്നാലും ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് പറയാണ്, ഊഹം വെച്ചിട്ട് നല്ല ഒരു ഏകദേശ ധാരണ വെച്ചിട്ട് 21 ദിവസം അല്ലെങ്കിൽ 21 ചാപ്റ്റർ. ഈ 21 ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ എങ്ങനെ ആയാലും വേണം ഒരു ചാപ്റ്റർ പഠിക്കാൻ 2 ദിവസം. ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വരെ 2 ദിവസം വേണം, ഉറപ്പാണ്. ഒരു ചാപ്റ്റർ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാമെന്ന് പറഞ്ഞത് അത്ര കഴിയുന്ന കാര്യമില്ല, എനിക്ക് കഴിയില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 21 × 2 42 ദിവസം വേണം. ആകെയുള്ളത് 90 ദിവസം. അതിൽ 42 ദിവസം ഇങ്ങനെ പോയി, പോട്ടെ 40 ദിവസം നമുക്ക് റൗണ്ട് ചെയ്ത് പറയാം. അപ്പോൾ 90ൽ 40 ദിവസം SS പഠിക്കാൻ വേണ്ടി, സോഷ്യൽ സയൻസ് പഠിക്കാൻ വേണ്ടി മാത്രം പോയി. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും 50 ഡേയ്സ്. ഈ 50 ഡേയ്സിൽ നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ എത്ര ദിവസം വേണം? അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തോ. 12 11 ചാപ്റ്ററാണുള്ളത് അല്ലേ? അപ്പോൾ അതിനും ഏകദേശം ഒരു 25 ദിവസമോ 30 ദിവസമോ പോകും. 50 ഡേയ്സിൽ 30 ദിവസവും കഴിഞ്ഞു. ഇനി ആകെ നിങ്ങളുടെ മുന്നിലുള്ളത് വെറും 20 ഡേയ്സ്. ഇത് ഞാൻ ഒരിക്കലും തള്ളി മറിക്കുന്നത് അല്ലെങ്കിൽ സാറെ പേടിപ്പിക്കല്ലേ. എന്നോട് പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്, സാറെ പേടിപ്പിക്കല്ലത്. പേടിപ്പിക്കുന്നതല്ലടാ നിങ്ങളെ പേടിപ്പിച്ചിട്ട് എനിക്ക് എന്ത് നേട്ടം? ഒന്നും കിട്ടാനില്ല. പക്ഷേ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ ഒരു കുട്ടി അത് മാറി ഇനിയെങ്കിലും ഞങ്ങളുള്ള സമയങ്ങൾ പഠിച്ചാൽ അത് ഉപകാരത്തിൽപ്പെടും എന്നുള്ള ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. മക്കളെ, ആകെയുള്ള നമ്മുടെ 25 ഡേയ്സ് 7 ചാപ്റ്ററോ 8 ചാപ്റ്ററോ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജിയിലുണ്ട്. ഇംഗ്ലീഷ് പഠിക്കാനുണ്ട്, ഹിന്ദി പഠിക്കാനുണ്ട്, മലയാളമോ മലയാള സെക്കൻഡോ അല്ലെങ്കിൽ അറബി മലയാള സെക്കൻഡ് അല്ലെങ്കിൽ ഉറുദു, സംസ്കൃതം ഇങ്ങനെ പഠിക്കാനുണ്ട്. ദിവസങ്ങളില്ല. ഇതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞ്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഇനി ആകെ 90 ദിവസമേ ഉള്ളൂ. ഈ 90 ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയട്ടെ, ഈ 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും അത് പറ, അത് മാത്രം. നിങ്ങൾ മറ്റുള്ളവരുടെ ഒരു കാര്യം നിങ്ങൾ നോക്കണ്ടടാ. നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യം നോക്കേണ്ട ആവശ്യം? നിങ്ങൾ ഇങ്ങനെ കണക്കൂട്ടിയാൽ പോരെ, എന്നെക്കൊണ്ട് കഴിയുന്നത് ഇത്രയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളെക്കൊണ്ട് ആ ബുക്ക് കൂടി ഒന്ന് പറയട്ടെ. വിൽ സ്മിത്തിൻ്റെ ഒരു ബുക്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ബുക്കിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ ബുക്കിൽ പറയുന്നത് 2 മക്കളും ഒരച്ഛനും കൂടി മതിൽ കെട്ടാൻ പോയ കഥയാണ്. അതിലൊരു മകൻ പറയുന്നുണ്ട്, അച്ഛാ നിങ്ങൾക്ക് ഭ്രാന്താണോ? ഈ ഭ്രാന്ത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരാൾ മതിലുണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ 3 പേര് കൂടി മതിലുണ്ടാക്കുക? അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാനത് ഷോർട്ടാക്കി പറയട്ടെ. നീ ഒരു കല്ലിൽ ഫോക്കസ് ചെയ്യ്, എന്നിട്ട് ആ ഒരു കല്ല് എടുത്തു വെക്ക്. അങ്ങനെ പറഞ്ഞ് 2ാമത്തെ ദിവസം പറയുന്നുണ്ട്, നീ 2ാമത്തെ കല്ലിൽ ഫോക്കസ് ചെയ്യ്. അവർ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് പിറകോട്ട് നിന്നിട്ട് ആ മതിലിങ്ങനെ നോക്കിയപ്പോൾ വളരെ രസകരമായ ഒരു ഭംഗിയേറിയ മതിൽ കാണുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട SSLC മക്കളോട് പറയട്ടെ, ഇനി 90 ദിവസമേ ഉള്ളൂ. ദിവസം നമുക്ക് കൂട്ടാൻ കഴിയില്ല. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. അതും നമ്മളെ കൊണ്ട് കൂട്ടാൻ കഴിയില്ല. ഒരിക്കലും കൂട്ടാനും കുറയ്ക്കാൻ ചിലപ്പോൾ കഴിയും. നിങ്ങൾ കളിച്ച് കുറയ്ക്കാം, പക്ഷെ കൂട്ടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയത് ഒറ്റ കാര്യം തന്നെ ഉള്ളൂ. വിൽ സ്മിത്തിൻ്റെ ആ ബുക്കിൽ പറഞ്ഞ പോലെ, ആ മതിൽ കെട്ടിയ കാര്യം പോലെ, നിങ്ങളെ കൊണ്ട് പഠിക്കാൻ കഴിയുന്നത് ഒരു പേജാണെങ്കിൽ 1 പേജ് പഠിക്കും, ഒരു വരിയാണെങ്കിൽ 1 വരി പഠിക്കും. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒരക്ഷരം കൂട്ടി വായിക്കാനാണോ നിങ്ങളെ കൊണ്ട് ഒരു ദിവസം കഴിയുന്നത്? ചെയ്യടാ, നിങ്ങൾ ചെയ്യ്. അല്ലാതെ ഞാൻ ആകെ 1 വരിയെ പഠിച്ചിട്ടുള്ളൂ, എത്രയോ പഠിക്കാൻ ഇനിയുണ്ട്, അങ്ങനെ പറഞ്ഞിരുന്ന ദിവസങ്ങൾ പോക്കിയിട്ട് എന്ത് കാര്യം? നിങ്ങൾ ഇന്ന് 1 പേജ് പഠിച്ചിട്ടുള്ളൂ, അയ്യോ ഇനി 90 പേജ് ഇനി വേറെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ആ 1 പേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ 30 പേജാണ് പഠിക്കാനുള്ളതെങ്കിൽ പിന്നെ നിങ്ങൾ 29 പേജല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പകരം നിങ്ങൾ 30 ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ കൈമലർത്തിയിരുന്നിട്ട് ദിവസങ്ങൾ പോവാ എന്നല്ലാതെ, ഞാൻ പറയുന്നത് 3-ാം തീയതിയിലേക്കുള്ള 3-ാം തീയതി മുതൽ 26-ാം തീയതി വരെയുള്ള ആ യുദ്ധത്തിലേക്കുള്ള അകലം കുറഞ്ഞു വരാണ് മക്കളെ. അകലം കുറഞ്ഞു വരാണ്.
ഈ വീഡിയോ കണ്ടു നിൽക്കുന്ന നിങ്ങൾ ഇന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസമാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പോലും മക്കളെ, ദിവസത്തിൻ്റെ അളവ് കുറഞ്ഞു വരാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ വിൽ സ്മിത്തിൻ്റെ ബുക്ക് ഒന്നും കൂടി പാഠമാക്കിയിട്ട് മുന്നോട്ട് പോവുക, അടിപൊളിയായി പഠിക്കുക, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവിധ ആശംസകളും. ബൈ.